ടൈറ്റാനിക് കപ്പൽ മുങ്ങിയിട്ട് വർഷം 114 തികയുന്നു. ഇന്നും കൗതുകവും ഭീതിയും നിറച്ച ആ മുങ്ങാത്ത കപ്പലിന്റെ രഹസ്യങ്ങളും നിഗൂഢതകളും തേടി പലരും എത്താറുണ്ട്. ഇപ്പോൾ വീണ്ടും ആ കപ്പൽ വാർത്തകളിൽ ഇടം പിടിക്കുകയാണ്. ഈ വാരം ലോകമെമ്പാടുമുള്ള ചരിത്രാന്വേഷികളുടെയും ലേലപ്രേമികളുടെയും ശ്രദ്ധ ഒരു പഴയ ലൈഫ് ജാക്കറ്റിലേക്കാണ്. ഇത് വെറുമൊരു രക്ഷാകവചമല്ല, മരണത്തിന്റെ ആഴങ്ങളിൽ നിന്ന് ജീവിതത്തിലേക്ക് തിരികെ നടന്ന ഒരു സ്ത്രീയുടെ പോരാട്ട വീര്യത്തിന്റെ അടയാളമാണ്. യുകെയിലെ പ്രശസ്ത ലേല സ്ഥാപനമായ ഹെൻറി ആൽറിഡ്ജ് ആൻഡ് സൺസ് ആണ് ഈ അപൂർവ ചരിത്ര വസ്തു ലേലത്തിന് വെക്കുന്നത്. ടൈറ്റാനിക്കിൽ നിന്ന് രക്ഷപ്പെട്ട ഒരാൾ ധരിച്ചിരുന്ന ലൈഫ് ജാക്കറ്റ് ലേലത്തിന് വരുന്നത് ചരിത്രത്തിൽ ഇതാദ്യമായാണ്. അതുകൊണ്ട് തന്നെ തലമുറയ്ക്കൊരിക്കൽ മാത്രം സംഭവിക്കുന്ന അവസരമെന്നാണ് ലേല സംഘാടകർ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. 2,50,000 മുതൽ 3,50,000 പൗണ്ട് വരെയാണ് പ്രതീക്ഷിക്കുന്ന ലേലത്തുക. അതായത് ഏകദേശം 2.31 മുതൽ 3.14 കോടി രൂപ വരെ. ലക്ഷക്കണക്കിന് ഡോളർ വിലമതിക്കുന്ന ഈ അമൂല്യ വസ്തുവിന് പിന്നിൽ കണ്ണീരിന്റെയും അതിജീവനത്തിന്റെയും വലിയൊരു കഥയുമുണ്ട്. ഈ ലൈഫ് ജാക്കറ്റിന്റെ ഉടമ ലോറ മേബൽ ഫ്രാങ്കറ്റെല്ലി എന്ന വനിതയായിരുന്നു. പ്രശസ്ത ഫാഷൻ ഡിസൈനറായ ലൂസി ഡഫ് ഗോർഡന്റെ സെക്രട്ടറി ആയിരുന്ന ലോറ തന്റെ തൊഴിലുടമയ്ക്കും ഭർത്താവ് കോസ്മോ ഡഫ് ഗോർഡനൊപ്പമാണ് ടൈറ്റാനിക്കിലെ ഫസ്റ്റ് ക്ലാസ് യാത്രക്കാരിയായി ചിക്കാഗോയിലേക്ക് തിരിച്ചത്. ഏപ്രിൽ 14 രാത്രി 11:40 ടൈറ്റാനിക് മഞ്ഞുമലയിൽ ഇടിക്കുമ്പോൾ കപ്പലിലുണ്ടായിരുന്ന 2220 പേർക്കും അത് ജീവിതത്തിന്റെ അവസാന നിമിഷങ്ങളാണെന്ന് തോന്നിയിരിക്കണം. മതിയായ ലൈഫ് ബോട്ടുകൾ ഇല്ലാതിരുന്ന കപ്പലിൽ നിന്ന് രക്ഷപ്പെട്ട ഏകദേശം 700 പേരിൽ ഒരാളായിരുന്നു ലോറ. ലൂസി ഡഫ് ഗോർഡനും ഭർത്താവിനുമൊപ്പം 1-ാം നമ്പർ ലൈഫ് ബോട്ടിൽ കയറി ലോറ മരണത്തെ അതിജീവിച്ചു. ആ കറുത്ത രാത്രിയിൽ തണുത്തുറഞ്ഞ സമുദ്രജലത്തിന് മുകളിൽ ലോറയുടെ ജീവൻ കാത്തത് ഇന്ന് ലേലത്തിന് വെച്ചിരിക്കുന്ന ഈ ലൈഫ് ജാക്കറ്റാണ്. If you like our content, please like, share and subscribe. Enable the bell icon to get the next interesting videos notification.